അമ്മവേഷവുമായി ജനമനസ്സുകളിൽ ഇടം നേടിയ അന്തരിച്ച കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് ആലുവ ജനസേവാ ശിശുഭവൻ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലുവയിലെ പ്രമുഖ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ആലുവ ജനസേവാ ശിശുഭവന്റെ രക്ഷാധികാരിയും മലയാള തനിമയുടെ പൊന്നമ്മയുമായ അന്തരിച്ച സിനിമാ താരം കവിയൂർ പൊന്നമ്മയെ ആലുവയിലെ സാംസ്കാരിക സമൂഹം ജനസേവാ ശിശുഭവന്റെ നേതൃത്വത്തിലാണ് അനുസ്മരിച്ചത്. ആലുവ മഹാനാമി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ അധ്യക്ഷനായി. ചെയർമാൻ ജോസ് മാവേലി പൊന്നമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി. മക്കൾക്ക് ഒരു അമ്മ എന്നല്ല, അതിന് ഒരു സ്നേഹസമ്പന്ന അമ്മയായിട്ടാണ് പൊന്നമ്മ ചേച്ചി നടന്നിരുന്നത്. കഴിഞ്ഞ 22 വർഷത്തോളമായി ജനസേവാ ശിശുഭവനുമായിട്ട് പൊന്നമ്മ ചേച്ചി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്നിരുന്നു. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം പൊന്നമ്മ ചേച്ചിയുടെ ധൈര്യം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരുന്നു. ആലുവയിലെ പ്രമുഖ കലാസാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരോടും പൊന്നമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ജനസേവാ മക്കളോടുമൊപ്പം കവിയൂർ പൊന്നമ്മയുടെ സഹോദര പത്നി ജയ മനോജ്, കൊച്ചുമകൾ ഭാവന മനോജ് എന്നിവരും അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ ചിന്നൻ ടി പൈനാടത്ത്, ഹംസക്കോയ, ജോബി തോമസ്, അഡ്വക്കേറ്റ് ടി.വി. ഇസ്മായിൽ, ജാവൻ ചാക്കോ, സാബു പരിയാരത്ത് തുടങ്ങിയവർ അനുശോചന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.